നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ സരിത എസ് നായർ ഇന്ന് സോളാർ കമ്മീഷന് കൈമാറും. കേരളം ഞെട്ടുന്ന തെളിവുകളാണ് ഇന്ന് കമ്മീഷന് കൈമാറുകയെന്ന് സരിത നേരത്തെ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നു. ഉമേഷ്, സുരരാജ് 2 മണിയോടെ സരിത നായർ സോളാർ കമ്മീഷനിൽ എത്തുമെന്നാണ് അറിയുന്നത്. പ്രധാനപ്പെട്ട തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ഇന്ന് കമ്മീഷന് കൈമാറുമെന്ന് സരിത നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 14 ഉന്നതർ, മുഖ്യമന്ത്രി അടക്കമുള്ള 14 ഉന്നതർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു, മന്ത്രിമാരടക്കമുള്ളവർ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന സരിത കമ്മീഷനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും ഡിജിറ്റൽ തെളിവുകൾ തന്റെ കൈവശം ഉണ്ട് എന്നും സരിത പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ തെളിവുകൾ ഇന്ന് കമ്മീഷനെ കൈമാറിയേക്കാം. ഇതുകൂടാതെ മല്ലല്ലൂർ ശ്രീധരൻ നായരും സരിതയും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ തെളിവും സരിത ഇന്ന് കൈമാറും എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ ഒരു തെളിവുകൾ തന്നെയാണ് ഇനി പുറത്തു വരാനുള്ളത്. നേരത്തെ നിരവധി ഫോൺ സംഭാഷണം അടക്കമുള്ള തെളിവുകൾ സരിത നേരത്തെ തന്നെ കമ്മീഷന് കൈമാറിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് സരിത അറിയിച്ചിരിക്കുന്നത് ഏറ്റവും നിർണായകമായ തെളിവുകൾ 13-ാം തീയതി കൈമാറും, അതായത് ഇന്ന് കൈമാറും. ഇത് കേരളം ഞെട്ടുന്ന തെളിവായിരിക്കും എന്നും സരിത പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ 2 മണിയോടെ സരിത ഈ തെളിവുകൾ കൈമാറാനായി സോളാർ കമ്മീഷൻ ഓഫീസിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സൂര്യരാജ്. ശരി, കെ എം ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലിബിയ വിഷയത്തിൽ മോദിയും ഉമ്മൻചാണ്ടിയും മാപ്പ് പറയണമെന്ന് പിണറായി വിജയൻ. ലിബിയയുടെ ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ട് തിരിച്ചെത്തിയ മലയാളി സഹോദരങ്ങളെ പരിഹസിക്കാതിരിക്കാനെങ്കിലും BJPയും ഉമ്മൻചാണ്ടിയും തയ്യാറാകണമെന്ന് പിണറായി ആവശ്യപ്പെട്ടു. തങ്ങളെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന് ലിബിയയിൽ നിന്ന് തിരികെ എത്തിയ മലയാളികൾ പറഞ്ഞത് കേട്ടിട്ടും തങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന അവകാശവാദം മുഴക്കുന്ന കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനോടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും സഹതാപമേ തോന്നുന്നുള്ളൂ. ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ മോദിയും ഉമ്മൻചാണ്ടിയും മത്സരിക്കുകയാണെന്നും പിണറായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് VS അച്യുതാനന്ദൻ. 3 അടി മണ്ണ് ഭിക്ഷയായി യാചിച്ച വാമനന് മണ്ണ് അളന്നെടുക്കാൻ അനുവാദം നൽകിയ മഹാബലിയുടെ അവസ്ഥയിലാണ് മലയാളികൾ. പാപം പോലെ വന്ന് യാചിച്ച് അധികാരം നേടിയ അഭിനവ വാമനൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് കേരളം ആകെ അളന്ന് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പതിച്ചു കൊടുത്തുവെന്നും VS പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം പരിശോധിച്ചാൽ മുഖ്യമന്ത്രി എന്ന പദത്തേക്കാൾ ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ യോജിക്കുക റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന വിശേഷണമാകുമെന്നും VS തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു. ജിഷ കൊലപാതക അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനും ഗുരുതര വീഴ്ചയെന്ന് കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കുറ്റപ്പെടുത്തൽ. അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ തന്നില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ PL പുനിയ ദില്ലിയിൽ പറഞ്ഞു. അതേസമയം ജിഷ വധക്കേസിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലവും രംഗത്തെത്തി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇക്കഴിഞ്ഞ 3-4 തീയതികളിൽ പെരുമ്പാവൂർ സന്ദർശിച്ചിരുന്നു. 2 ദിവസത്തിനകം പ്രതികളെ പിടികൂടുമെന്നാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പക്ഷേ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ദൈനംദിന അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൈമാറണമെന്ന ആവശ്യം പോലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ PL പുനിയ പറഞ്ഞു. അന്വേഷണം CBIക്ക് കൈമാറണം. CBI അന്വേഷിക്കുന്നതിനെ സംസ്ഥാനം നിരന്തരം എതിർക്കുന്നത് ശരിയല്ല. If the state government is not in a position to arrest the culprits and identify the culprits, then better we have a recourse to some other measures like inquiry by CBI. കോൺഗ്രസിന്റെ രാജ്യസഭാംഗം കൂടിയായ PL പുനിയ തന്നെ ജിഷാവധത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ കേന്ദ്ര വനിതാ കമ്മീഷനും സംസ്ഥാനത്തിനെതിരെ എത്തി. ജിഷാവധക്കേസിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം പറഞ്ഞു. കേസിൽ രാഷ്ട്രീയ ബന്ധമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസ് കനത്ത അനാസ്ഥ കാട്ടിയെന്നും കുമാരമംഗലം ദില്ലിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടൻ സലീം കുമാർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ചു. അമ്മയുടെ നിർദ്ദേശം ലംഘിച്ച് താരങ്ങൾ പ്രചാരണം നടത്തിയതിന് ആണ് കാരണം. സിനിമാ താരങ്ങൾ പരസ്പരം മത്സരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു താരത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്നത് അലിഖിത നിയമം സംഘടനയിൽ നിലവിലുണ്ട്. എന്നാൽ അത് ലംഘിച്ച് പത്തനാപുരത്ത് നടനും LDF സ്ഥാനാർത്ഥിയുമായ ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടൻ മോഹൻലാൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. രാജിക്കത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി മമ്മൂട്ടിക്ക് അയച്ചുകൊടുത്തു. അതേസമയം സലീം കുമാറിന്റെ രാജി വ്യക്തിപരമായ കാരണമാണെന്ന് അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് പ്രതികരിച്ചു. കോഴിക്കോട് വടകരയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ BSF ജവാനെ സഹപ്രവർത്തകൻ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. വടകര DYSPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. രാജസ്ഥാൻ സ്വദേശി രാംഗോപാലിനെ UP സ്വദേശിയായ സഹപ്രവർത്തകൻ ഉമേഷ് യാദവാണ് വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ രാജസ്ഥാൻ സ്വദേശിയായ BSF ഇൻസ്പെക്ടർ രാംഗോപാൽ മീണ ക്യാമ്പിനകത്ത് വെടിയേറ്റ് മരിച്ചത്.
സഹപ്രവർത്തകനായ ഉത്തർപ്രദേശ് സ്വദേശി അശോക് യാദവ് ഗോപാൽ മീണയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അവധി ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വാക്തർക്കത്തിനൊടുവിലാണ് വെടിവയ്പ് നടന്നതെന്നാണ് സൂചന. ഇതിനുശേഷം അശോക് യാദവ് തോക്കുമായി കടന്നു. അശോക് യാദവിന് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാദാപുരം ഡിവൈഎസ്പി പ്രജീഷ് തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2 CIമാരും സംഘത്തിലുണ്ട്. സംഭവം നടന്ന സ്കൂൾ പരിസരത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. VSന്റെ പ്രസ്താവനകൾ വിലക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഉപഹർജിയിൽ വൈകിട്ട് 4 മണിക്ക് വിധി പറയും. 31 കേസുകളുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് VSന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാണെന്നും VSന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, പറയൂ. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇന്ന് വൈകിട്ട് VSനെതിരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കേസിൽ വിധി പറയുന്നത്. ഇന്ന് പ്രധാനമായും ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് 31 കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു കേസിൽ പോലും ഉമ്മൻചാണ്ടി പ്രതിയല്ല, ഒരു കേസിലും ഉമ്മൻചാണ്ടിക്കെതിരെ FIR ഇല്ല എന്ന നേരത്തെയുള്ള വാദം തന്നെയാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ FIR ഉണ്ടെന്ന് VS ഒരു ഘട്ടത്തിലും പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന വാദമാണ് VSന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. കേസുകളുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്ക് എതിരെ വിവിധ ഫോറങ്ങളിലുള്ള പരാതികളും കേസുകളായി പരിഗണിക്കുമെന്ന് VSന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. ഈ സമയം കേസുകളുടെ വിവരങ്ങൾ രേഖാമൂലം എതിർ സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ VSനെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിവരങ്ങളും എതിർ സത്യവാങ്മൂലമായി സമർപ്പിക്കാമെന്ന് VSന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ തനിക്ക് ഇതിനായി VS നിലവിൽ മലമ്പുഴയിലാണുള്ളത്. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം ആവശ്യമാണ് എന്ന് VSന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഈ സമയത്താണ് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനോട് കോടതി പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. ഉടൻ തന്നെ കേസിൽ വിധി പറയണമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തോട് ഒരു വ്യക്തമായ മറുപടി നൽകാൻ ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകന് സാധിച്ചില്ല. വേണമോ വിധി വേണമോ വേണ്ടയോ എന്ന ആവർത്തിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ വ്യക്തമായ മറുപടി ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനായ സന്തോഷ് കുമാർ ഒരു ഘട്ടത്തിലും നൽകിയില്ല. തുടർന്നാണ് കേസ് വിധി പറയാനായി 4 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംവിധായകൻ കമലിനെതിരെ മതപരമായ അധിക്ഷേപവുമായി സമൂഹ മാധ്യമങ്ങളിൽ സംഖ്യകൾ. സുരേഷ് ഗോപിക്കെതിരായ വിമർശനത്തിനാണ് കമലിനെതിരെ അധിക്ഷേപം. കമലിനെ സുഡാപ്പി എന്ന് വിളിച്ചാണ് സംഘപരിവാർ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചത്. രാജ്യസഭാ മെമ്പർ എന്ന് പറയുന്ന ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നരാധിപന്റെ അടിമയാണ് ഞാൻ എന്നൊരു കലാകാരൻ പറയേണ്ടി വരുന്ന ലജ്ജാകരമായ ഒരു അവസ്ഥയിലാണ്. സോഷ്യൽ മീഡിയയിൽ കമൽ മതപരമായി അധിക്ഷേപിക്കപ്പെടാൻ കാരണമായ പ്രസംഗമാണിത്. തുടർന്ന് സംഘപരിവാർ അനുകൂല പോസ്റ്റുകളിൽ കമലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സുഡാപ്പി എന്നാണ്. മുസ്ലിം തീവ്രവാദികളുടെ വിളിപ്പേരാണിത്. കമലിനെ പച്ചത്തെരുവരെ വിളിച്ചധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ സാംസ്കാരിക രംഗത്തു നിന്നും നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് നടന്ന പല സംഭവങ്ങളുടെയും ഒരു തുടർച്ചയായി മാത്രമേ ഈ സംഭവത്തെയും കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് കോഴിക്കോട്ട് ഒരു മീഡിയ ചർച്ചയിൽ മുഹമ്മദ് റിയാസിനോട് ഓടാ പാകിസ്ഥാനിൽ എന്നാർപ്പിച്ചത് മുതൽ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത്രയും വർഗീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട രീതികളിലൊന്നാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അത് അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും അധൈര്യപ്പെട്ടു പോകുന്നവരല്ല ഞങ്ങളെപ്പോലെ രാഷ്ട്രീയ ബോധ്യമുള്ള കലാകാരന്മാർ. സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലിന് അതിനെതിരെ പറയാൻ എന്തധികാരം എന്ന തരത്തിലുള്ള അനുകൂലിക്കുന്നവരുടെ ചോദ്യങ്ങളുമുണ്ടായി. ഞാൻ പറയട്ടെ, സുരേഷ് ഗോപി ഞാൻ നരേന്ദ്രമോദിയുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ ശരി, അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിക്കോട്ടെ എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞിട്ട് സുരേഷ് ഗോപിയെ കമലിനെ ആക്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയയിലെ മാലിന്യങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കമൽ വിശദീകരിച്ചു. ഒരു കലാകാരൻ അങ്ങനെ ഒരു പ്രധാനമന്ത്രി അല്ല ദൈവത്തിന്റെ അടിമയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യന്റെ അടിമയാകുന്നത് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു അധപ്പതനമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ. ന്യൂസ് ഡെസ്ക്. തിരുവിതാംകൂർ മേഖലയിൽ മുന്നിലെത്തുന്നവർ കേരളം ഭരിക്കുമെന്നാണ് ചരിത്രം. തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് 20-ലേറെ സീറ്റുകൾ നേടുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂട്ടലിലും കിഴിക്കലിലുമാണ് മുന്നണികൾ. ചൂണ്ടുവിരലിൽ മഷിപുരളാൻ ഇനി 72 മണിക്കൂറിൽ താഴെയുള്ളൂ. നേതാക്കന്മാരുടെയും സ്ഥാനാർത്ഥികളുടെയും ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന യന്ത്രം ശാസ്ത്രലോകം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ സർവേ ഫലങ്ങളും കൂട്ടിക്കിഴിക്കലിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ ആശ്വാസം കണ്ടെത്തുന്നത്. ഇരുമുന്നണികൾക്കും ചേരുന്ന രാഷ്ട്രീയ ജാതകം ഉള്ളിൽ പേറുന്ന മണ്ണാണ് തിരുവിതാംകൂറിൻ്റേത്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കുകൾ കണക്ക് തെറ്റിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേരിടുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നത് ഉറപ്പാണ്. ആറ്റിങ്ങിലും ചിറയൻകീഴും അട്ടിമറികൾ സംഭവിക്കുമെന്ന് എതിരാളികൾ പോലും കരുതുന്നില്ല.
വാമനപുരവും കോവളവും നിലനിർത്തുമെന്നാണ് LDF അവകാശപ്പെടുന്നത്. നെടുമങ്ങാട്ട് ത്രികോണ മത്സരം C ദിവാകരന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും നിലവിലെ MLA മാർ വെള്ളം കുടിക്കുകയാണെന്ന് നിരീക്ഷകർ പറയുന്നു. വർക്കലയിൽ നായർ വോട്ടുകളുടെ തോത് എങ്ങോട്ടെന്നത് വിജയസാധ്യതയെ ബാധിക്കും. സിറ്റിയിലെ 4 മണ്ഡലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ്. നേമവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും കഴക്കൂട്ടവും എങ്ങനെ ചിന്തിക്കുമെന്ന് ഇനിയും പറയാറായിട്ടില്ല. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഒരു പരിധിവരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാവുക സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള വികാരത്തിന് ഒരു സ്വാഭാവികമായിട്ടും ഒരു രൂപമുണ്ട്. കാരണം അഴിമതിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തകർത്തതിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ഘടകം. സ്വതവേ ചുവന്ന കൊല്ലത്ത് കാര്യങ്ങളെല്ലാം ഭദ്രമെന്ന് LDF അവകാശപ്പെടുമ്പോൾ 2 മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് UDF തറപ്പിച്ചു പറയുന്നത്. ദാവീദും ഗോലിയാത്തും പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന മത്സരമാണ് ചവറയിലേത്. ആദ്യഘട്ടത്തിലെ മേൽക്കൈ നഷ്ടമായെന്ന് UDF കേന്ദ്രങ്ങൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. ആഞ്ഞു പിടിച്ചാൽ കരുനാഗപ്പള്ളി കൂടി പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിശ്വാസം. എന്നാൽ കരുനാഗപ്പള്ളിയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് LDFും പറയുന്നു. ചാത്തന്നൂർ, ചടയമംഗലം, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര, പുനലൂർ എന്നിവിടങ്ങളിൽ മത്സരമില്ല എന്ന് തന്നെ പറയാം. കൊല്ലം, ഇരവിപുരം എന്നീ മണ്ഡലങ്ങളിൽ കശുവണ്ടി തൊഴിലാളികൾ തീരുമാനിക്കും ആരെ വിജയിപ്പിക്കണമെന്നത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. പത്തനംതിട്ടയിൽ LDFന്റെ കൈവശമുള്ള അടൂരും റാന്നിയും നിലനിർത്തുമെന്ന് ഉറപ്പാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസിന് അനുകൂലമാണ് കാറ്റെന്ന് LDF കരുതുന്നു. പടലപ്പിളക്കങ്ങളിൽപ്പെട്ട് ജോസഫ് പുതുശ്ശേരിയുടെ നിലതെറ്റാനാണ് സാധ്യതയെന്ന് അവർ പറയുന്നു. ആറന്മുളയിലും കോന്നിയിലും ഇരു മുന്നണികളും വിജയത്തിനായി തുഴയുകയാണ്. തിരുവിതാംകൂറിലെ പകുതിയിലേറെ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈ LDFനുണ്ടെന്ന് തന്നെ പറയാം. 7 മുതൽ 10 സീറ്റുകൾ വരെ ഇടതുപക്ഷം അധികമായി പിടിക്കുമെന്നതാണ് LDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ചില സീറ്റുകൾ തട്ടിയെടുക്കാമെന്ന് UDFും കണക്കുകൂട്ടുന്നു. എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ പ്രാപ്തിയുള്ളവരാണ് തങ്ങളെന്ന് BJPയും അവകാശപ്പെടുമ്പോൾ കണക്കുകൾ അപ്രസക്തവും മത്സരം പ്രവചനാതീതവുമാകുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മലബാറിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും. മഞ്ചേശ്വരത്തും പാലക്കാട്ടും ശക്തമായ സാന്നിധ്യമായി NDAയും രംഗത്തുണ്ട്. LDFന്റെ സമുന്നത നേതാക്കളായ പിണറായി വിജയനും VS അച്യുതാനന്ദന്റെയും സ്ഥാനാർത്ഥിത്വമാണ് മലബാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലകൾ ഉൾപ്പെടുന്ന മലബാറിൽ വൻ മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കണ്ണൂരും കോഴിക്കോട്ടും കാസർകോട്ടും മലപ്പുറത്തും പാലക്കാട്ടും വയനാട്ടിലുമെല്ലാം മികച്ച വിജയം നേടാനാകുമെന്നാണ് LDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമെന്നും മറ്റ് മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നുമാണ് UDFന്റെ വിലയിരുത്തൽ. മഞ്ചേശ്വരത്തും പാലക്കാട്ടും NDAയും വിജയപ്രതീക്ഷ പുലർത്തുന്നു. മലബാറിലെ 6 ജില്ലകളിലായി 60 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2011 തെരഞ്ഞെടുപ്പിൽ 32 സീറ്റുകൾ UDF നേടിയപ്പോൾ 28 LDF വിജയിച്ചു. LDFന്റെ സമുന്നത നേതാക്കളായ പിണറായി വിജയനും VS അച്യുതാനന്ദനും ജനവിധി തേടുന്നത് മലബാറിലെ മണ്ഡലങ്ങളിലാണ്. ധർമ്മടത്തും മലമ്പുഴയിലും എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി ഇരു നേതാക്കളും പ്രയാണം തുടരുകയാണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ മട്ടന്നൂരിലും AK ബാലൻ തരൂരിലും KK ശൈലജ കൂത്തുപറമ്പിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും ജനവിധി തേടുന്നു. മന്ത്രിമാരായ KC ജോസഫ്, KP മോഹനൻ, MK മുനീർ, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്, മഞ്ഞളാംകുഴി അലി തുടങ്ങിയവരാണ് UDF നിരയിലെ പ്രമുഖർ. അഴീക്കോട്, കൂത്തുപറമ്പ്, ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, കൽപ്പറ്റ, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കൊടുവള്ളി, താനൂർ, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദ് വോട്ടർമാർക്ക് കാശ് നൽകിയത് വൻ വിവാദമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ A. സജീവൻ. 1.5% മുതൽ 3% വരെയുള്ള ആളുകളാണ് ഈ വിധി നിർണ്ണയം നടത്തുന്നത്. അവർ നിഷ്പക്ഷ വോട്ടർമാരാണ്. അവർ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. അവർ പലപ്പോഴും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും വോട്ട് ചെയ്യുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, CPIM നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, കോൺഗ്രസ് നേതാവ് AK ആന്റണി എന്നിവർ പ്രചാരണത്തിനായി മലബാറിലെത്തിയിരുന്നു. അഴിമതിയും വിലക്കയറ്റവും ജിഷ കൊലപാതകവും ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രിയുടെ സോമാലിയ പ്രയോഗവും മലബാറിലെ പ്രചാരണ രംഗത്തെ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. PV കുട്ടൻ, കോഴിക്കോട്.